ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ കേട്ടോ. ഇപ്പം നിലവിൽ ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റ് അടക്കം ഫുള്ള് പാർട്സുകൾ മാറ്റി പുതിയത് കമ്പനിയായിട്ട് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ 1 വർഷം വാറണ്ടിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്തേക്കണ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, നമുക്ക് വണ്ടിക്ക് പുകയുടെ പ്രോബ്ലമായിട്ടാണ് നമ്മൾ അഴിക്കണത്. അപ്പോൾ സിലിണ്ടറൊക്കെ ഓൾറെഡി ബോർ ചെയ്ത് യൂസ് ചെയ്തിരുന്നതാണ്. പിന്നെ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിനൊക്കെ പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് മൊത്തത്തിൽ അസംബ്ലി ആയിട്ട് എൻജിൻ വർക്കായിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ള അഭിപ്രായത്തിൻ്റെ പ്രകാരം നമ്മൾ ആ രീതിയിലാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റൊക്കെ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡ് ബെയറിങ്ങും ഒക്കെ മാറ്റിയിട്ടുണ്ട്. വാൽവ്, ഹെഡ് വാൽവും അതിൻ്റെ വാൽവിൻ്റെ 2 ഗൈഡും അത് സ്പാർക്ക് പ്ലഗൊക്കെ മാറ്റിയാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കണേ. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ക്ലച്ച് ഡിസ്ക്, ക്ലച്ച് പ്ലേറ്റൊക്കെ അതിനകത്ത് പുതിയതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. ഗിയർ ബോക്സിൻ്റെ 4 ബെയറിങ്ങുകളും മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലച്ച് ബെയറിങ്ങും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്യാം ഷാഫ്റ്റ് വീല് കാര്യങ്ങൾ, പുഷ് റോഡ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. പിന്നെ അതിനകത്ത് എൻജിൻ വർക്കിന് പുറമെ നമ്മൾ ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ടുണ്ട്. ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും കൂട്ടത്തിൽ മാറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് പാർട്സുകൾ മാറ്റി ചെയ്തേക്കണതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വാറണ്ടി കാലാവധി നമ്മൾ പറയണത് 1 വർഷമാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ. ഏതാണോ ആദ്യം വരുന്നത് അതാണ് വാറണ്ടിയുടെ കാലാവധിയായിട്ട് കണക്കൂട്ടാം. അത് നമുക്ക് ഒരു അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12,000 കിലോമീറ്ററാണ് ഇത് പറയാം. 1 വർഷം അല്ലെങ്കിൽ 12,000 എന്ന് പറയുന്നതിൻ്റെ ഉള്ളത്. ചില വണ്ടികൾ 1 വർഷം കൊണ്ട് 12,000 കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ 1 വർഷമാണ് കാൽക്കുലേഷൻ ചെയ്യുക. നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ 12,000 കിലോമീറ്റർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വർഷം എന്ന് പറയുമ്പോൾ വർഷം അല്ലെങ്കിൽ കിലോമീറ്റർ ഏതാണോ ആദ്യം വരുന്നത് അതാണ് വാറണ്ടി കാലാവധിയായിട്ട് വരുന്നത് കേട്ടോ. അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ. ഇപ്പോൾ നമുക്ക് മീറ്ററിനകത്ത് 4000 കിലോമീറ്ററാണ് കാണിച്ചാണ്. 4004 കിലോമീറ്ററായിട്ട് കാണിച്ചേക്കണേ. അപ്പോൾ ഒരു 5000 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ആയിട്ട് ചെയ്യണം. എൻജിൻ ഓയിൽ മാറ്റണം. അതിൻ്റെ സ്ക്രീൻ ഫിൽറ്റർ, റോട്ടർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വരണം. ആ സമയമാകുമ്പോഴത്തേക്കും വാൽവൊക്കെ ലൂസായിട്ട് അടി തുടങ്ങും. അതായത് വാൽവിൻ്റെ ടാപ്പറ്റ് സൗണ്ടൊക്കെ തുടങ്ങും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എൻജിൻ സംബന്ധമായിട്ട് നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്യണോണ്ട് ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എൻജിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ, ഓയിൽ പമ്പിങ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടണം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ആ വർക്ക് ഒരു കാരണവശാലും നമ്മൾ പെൻഡിങ് വരുത്താൻ പാടില്ല. കാരണം സ്ക്രീൻ ഫിൽറ്റർ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ കയറി ബ്ലോക്കാവും, 100% ഉറപ്പാണ്. കാരണം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന പൊടി കാര്യങ്ങളൊക്കെ എൻജിൻ്റെ അവിടെ മാക്സിമം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യണത്. പക്ഷേ എന്നാൽ പോലും എവിടെയെങ്കിലുമൊക്കെ കണ്ണിപ്പെടാണ്ടുണ്ടാവും. അപ്പോൾ അത് ഓയിലിൻ്റെ കൂടെ മിക്സ് ആയിട്ട് വന്നിട്ട് സ്ക്രീൻ ഫിൽറ്ററിൽ വരും. അത് 100% ഉറപ്പാണ്. അത് ചെറിയ ചിലപ്പോൾ നിസ്സാരം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാൽ പോലും നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്ത് ഓയിൽ മാറ്റി ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അഴിക്കുമ്പോൾ ഗ്യാസ്കറ്റൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വാറണ്ടി കാലാവധിയിൽ വരുന്നത് 1 വർഷത്തിനുള്ളിൽ 3 സർവീസാണ് വരാം. അത് ഓരോ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. ഇതിപ്പോൾ 2-ാം മാസം 6-ാം മാസം വരും. 5-6 വരും ഫസ്റ്റിലത്തെ സർവീസ്. അത് കഴിഞ്ഞിട്ട് 5-10 വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സർവീസായിട്ട് വരുന്നത് 5-2 അടുത്ത വർഷം 2-ാം മാസം കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് സർവീസ് കാലാവധിയും കറക്റ്റായിട്ട് നമുക്ക് ആ പീരീഡിൽ സർവീസ് ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ഒരു സംബന്ധമായിട്ടൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. കാരണം ഞാൻ യൂട്യൂബിൽ തന്നെ ജസ്റ്റ് സേവ് ബട്ടൺ കൊടുത്ത് അതിനകത്ത് ഉണ്ടാവും, ഇട്ടേക്കാം. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് അതിൻ്റെ വാറണ്ടി സംബന്ധമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ അതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം, നോക്കാം. അപ്പോൾ വാറണ്ടി കാലാവധിയിൽ കൃത്യമായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് പുതിയ ചെയിൻ ആയതുകൊണ്ട് തന്നെ ഒരു 500 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും ചെയിൻ ലൂസാവും. ചെയിൻ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോ 1000 കിലോമീറ്ററിലും ചെയിൻ ലൂസ് ആവുന്നതിൻ്റെ അനുസരിച്ച് ടൈറ്റ് ചെയ്ത് വിട്ടാൽ മതി. പുതിയ ചെയിൻ ആയതുകൊണ്ട് ഫസ്റ്റിലത്തെ ചെയിൻ പെട്ടെന്ന് ലൂസാവും, അതൊന്ന് ടൈറ്റ് ചെയ്ത് പോകണം. ഇത് നമുക്ക് അതിൻ്റെ മാറ്റിയേക്കുന്ന പാർട്സുകളൊക്കെയാണ്. അതിന് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, ക്ലച്ച് ഡിസ്ക്, ക്ലച്ച് ക്യാമിൻ്റെ അതിൻ്റെ ഓറിങ് ഐറ്റംസ്, ഗിയർ ബോക്സിൽ വരുന്ന ബെയറിങ് ഐറ്റംസ്, അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ അടക്കം മൊത്തം മാറ്റിയേക്കുന്ന പാർട്സ് ഞാനൊരു ബോക്സിലാക്കി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററൊക്കെ മാറ്റി നമ്മൾ പുതിയ ഫിൽറ്ററായിട്ടാണ്. പിന്നെ ഉള്ളത് കാർബറേറ്ററിൻ്റെ ഭാഗത്ത് ചെറിയൊരു പോരായ്മ ഉണ്ട് നമുക്ക് വണ്ടിക്ക്. കാരണം എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ റേസിംഗ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തിക്കടെ കാർബറേറ്റർ നിർബന്ധമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ
എല്ലാം തന്നെ കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഈ വണ്ടിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ സ്ലോ ജെറ്റാണ് ഈ കാണുന്നത്. സ്ലോ ജെറ്റൊക്കെ മൊത്തത്തിൽ ഈ എത്തനോളിൻ്റെ കെമിക്കൽ റിയാക്ഷൻ മൂലം മൊത്തം ബ്ലോക്കായി പോയേക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിലുണ്ടല്ലോ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വണ്ടിയുടെ കാർബറേറ്ററിൻ്റെ സിറ്റുവേഷൻ ഏതാണ്ട് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കാൻ നിന്നില്ല. ആ രീതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് ആ സ്ലോ ജെറ്റ് ബ്ലോക്കായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓവർഫ്ലോൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചു, പിന്നീട് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയിട്ടില്ല. പീസാക്കി ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം ഓവർഫ്ലോ വരാൻ പഴക്കം വന്നിരിക്കുന്ന കാർബറേറ്ററുകൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ പീസാക്കിയിട്ടില്ല. എന്നാൽ കാർബറേറ്റർ ആ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത ഇപ്പം നിലവിൽ നമ്മുടെ കാർബറേറ്ററിനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മുൻകരുതലെടുത്തേക്കാം. കൂടുതൽ സമയങ്ങളിൽ വെക്കുമ്പോൾ പെട്രോൾ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഇപ്പോഴല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്സ് വന്നേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കയറി മൊത്തം അഴിച്ച് പീസാക്കിയിട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഓടേണ്ട കാർബറേറ്റർ ചിലപ്പോൾ നേരത്തെ നമുക്ക് മാറ്റി കളയേണ്ട സിറ്റുവേഷനൊക്കെ വന്നേക്കും. അപ്പോൾ പരമാവധി യൂസ് ചെയ്യുക. അതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങൾ കാണിച്ചാൽ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് ഞാൻ അറിയിച്ചെന്നുള്ളൂ. ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിലവിൽ വന്നേക്കുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസും വാറണ്ടി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും. അത് പ്രത്യേകം നോക്കാം. ഞാൻ ബില്ലിൻ്റെ ബാക്കിൽ തന്നെ കൃത്യമായിട്ട് എഴുതി തരാം, അത് ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കേസൊക്കെ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഇവിടുന്ന് എന്തെങ്കിലും വിളിച്ചു പറയും കറക്റ്റായിട്ട്. ഇനി അത് വിളിച്ച് പറയാൻ വിട്ടുപോയി എന്നുള്ളതൊരു കാരണമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക. അതിൻ്റെ ആ ഇതിൻ്റെ ലിങ്ക് ഞാൻ കറക്റ്റായിട്ട് ഇട്ട് തന്നേക്കാം. എവിടെയെങ്കിലും പിൻ ചെയ്ത് വയ്ക്കുകയോ അത് നോക്കി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പരമാവധി നമ്മൾ ബാക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്തെങ്കിലും. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു കാരണമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എടുത്ത് പറയണതിൻ്റെ കേസ്. അപ്പോൾ വണ്ടി ഇപ്പോൾ ബില്ലാക്കണുള്ളൂ. ബില്ലായി കഴിയുമ്പോഴത്തേക്കും കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.